ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതി നേരിടാൻ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ ആദ്യം 12 മണിവരെ നിർത്തിവച്ചു. 12 മണിക്ക് ശേഷവും ബഹളം തുടരുന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത ആയിരുന്നത് ഇന്ന് രാവിലത്തെ റിപ്പോർട്ടിലാണ് ചുവപ്പ് ജാഗ്രതയായി ഉയർത്തിയത്. പാലക്കാട്, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്തേക്കും. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയും പ്രവചിക്കുന്നു. കേരള, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും ലക്ഷദ്വീപ് തീരത്ത് ഈ മാസം 5 വരെയും മീൻ പിടിക്കാൻ പോകരുത്. കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാവണം. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവശ്യഘട്ടങ്ങളിൽ 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വൈകിട്ടോടെ മഴ ശക്തി പ്രാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തിരുവനന്തപുരത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മഴ മുന്നറിയിപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കർണാടകത്തിന്റെ അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തിലൂടെ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിന്റെ വഴിയിലൂടെ നാളെ ഏതാണ്ട് ഇതേ നേരമാകുമ്പോഴേക്കും അറബിക്കടലിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന മുന്നറിയിപ്പ്. തെക്കൻ മേഖലയിൽ പതുക്കെ അത് ദുർബലമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വടക്കൻ മലബാറിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ കൂടുതൽ ശക്തിയാകും. വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കടൽ പ്രദേശവും കടലിന്റെ തീരവും ശക്തമായിട്ടുള്ള സുരക്ഷയ്ക്ക് വിധേയമാക്കണം. ഒരു കാരണവശാലും ഫിഷർമെൻമാർ അങ്ങോട്ട് പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകരുത്. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകൾ ഉൾപ്പെടെ മഴ തുടരുന്നു. ശബരിമലയിൽ ശക്തമായ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നതിനാൽ നേരത്തെ പമ്പ നദിയിലെ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കി. പ്രതികൂല സാഹചര്യത്തെ നേരിടാൻ പമ്പയിലും സന്നിധാനത്തും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 79 പേരുടെ സംഘം സജ്ജമാണ്. കനത്ത മഴയെ തുടർന്ന് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. ഇതുവഴി പോകാനെത്തിയ അയ്യപ്പ ഭക്തർക്കായി താൽക്കാലിക ഷെൽട്ടർ സംവിധാനം ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശക്തമായ മഴ തുടരുന്നതിനാലും ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന കാനനപാതയിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. കുമളിയിൽ നിന്നും മുക്കുഴി സത്രം വഴിയുള്ള കാനനപാതയാണ് അടച്ചത്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ നിയന്ത്രണം തുടരും. സുരക്ഷയെ മുൻനിർത്തി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാൽ അയ്യപ്പ ഭക്തർക്കായി താൽക്കാലിക ഷെൽട്ടർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മൂഴിക്കോട് സാംസ്കാരിക നിലയം, പീരിമേട് റെസ്ക്യൂ ഷെൽട്ടർ, പെരുവന്താനം ഗവൺമെന്റ് UP സ്കൂൾ, കോരുത്താട് CKM ഹയർ സെക്കൻഡറി സ്കൂൾ, കുഴിമാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിങ്ങനെ 5 ഷെൽട്ടറുകളാണ് നിലവിൽ സജ്ജമാക്കിയത്. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിൽ മേഘാവൃതമായ അന്തരീക്ഷമാണ്. രാവിലെ നേരിയ തോതിൽ മഴ ലഭിച്ചു. കോട്ടയത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പുതുപ്പള്ളി കൊട്ടരത്തിൽ കടവിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറിലും മണിമലയാറിലും ജലനിരപ്പ് ഉയർന്നു. പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും മറ്റ് കിഴക്കൻ ഭാഗങ്ങളിലും മഴ തുടരുന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി, ഇലവിഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും മറ്റന്നാൾ വരെ നിരോധിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയെ തുടർന്ന് കനത്ത ജാഗ്രത തുടരുന്നു. ജില്ലയിലെ മലയോരത്ത് മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം നാളെ. ദിവ്യാംഗരുടെ ശാക്തീകരണത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തൃശൂരിൽ നടക്കും. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട്ട് പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുന്നതിനാൽ വൈദ്യുതി നിരക്ക് വർധനവ് പരിഗണനയിലാണെന്നാണ് മന്ത്രി ഒരു സ്വകാര്യ വാർത്താ ചാനലിനോട് പ്രതികരിച്ചത്. സമ്മർ താരിഫ് കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ടെന്നും നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ റിപ്പോർട്ട് KSEBക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വളപട്ടണത്തെ അരി മൊത്ത വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലിജേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഷ്റഫിന്റെ അയൽവാസിയാണ് ലിജേഷ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 1,21,43,000 രൂപയും 267 പവൻ സ്വർണവുമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വളപട്ടണം സ്റ്റേഷനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് മുതൽ മംഗളൂരു വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. CCTV ദൃശ്യത്തിലൂടെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കവർച്ചയാണിതെന്നും പോലീസ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ ബുധനാഴ്ച വൈകിട്ട് 5-ന് മുമ്പായി നൽകണം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ബന്ധപ്പെട്ട ജില്ലാ കലക്ടർക്കോ ആണ് നൽകേണ്ടത്. കരട് നിർദ്ദേശം നവംബർ 16-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. വെബ്സൈറ്റ്, തദ്ദേശ സ്ഥാപനം, വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ അവ പരിശോധിക്കാം. ഡിജിറ്റൽ ഭൂപടവും ഇതിൽ ലഭ്യമാണ്. തിരുവനന്തപുരത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിലെ ഭീമാപ്പള്ളി ഉറൂസിന് നാളെ കൊടിയേറും. ഭീമാപ്പള്ളിയിലേക്ക് KSRTC പ്രത്യേക സർവീസ് നടത്തും. ഉറൂസ് പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായുള്ള ISROയുടെ PSLV-C-59 പ്രോബ 3 ദൌത്യം മറ്റന്നാൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരും. 550 കിലോ ഭാരമുള്ള ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. സൂര്യാന്തരീക്ഷത്തിലെ ചൂടേറിയതും ഏറ്റവും പുറമേയുള്ളതുമായ സോളാർ കൊറോണ പാളിയെപ്പറ്റി പഠിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 79,802-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24,151-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 7,090 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 56,720 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഈ മാസം 7 മുതൽ 11 വരെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടക്കും. 98 ഇനങ്ങളിൽ പകലും രാത്രിയുമായാണ് മത്സരം. കേരളത്തിന് 108 അംഗ ടീമാണുള്ളത്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FC ഒഡീഷ FCയെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ദേശീയ മലിനീകരണ പ്രതിരോധ ദിനം. 1984 ഡിസംബർ 2-നുണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ശുദ്ധവായു, ഹരിതഭൂമി, സുസ്ഥിര ജീവിതത്തിലേക്ക് ഒരു ചുവട് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കേരള കാർഷിക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതി നേരിടാൻ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.